പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. വിദ്യാലയങ്ങൾ തുറക്കാറായ നേരത്ത് ഒരു കഥ കേൾക്കൂ. പുകച്ചു കളയരുതേ. വിദ്യാലയമുറ്റം നാളെ വീണ്ടും സജീവമാവുകയാണ്. നീണ്ട വേനലവധിക്ക് ശേഷം കൂട്ടുകാരെല്ലാവരും ഒന്നിച്ചു കാണുന്നതിൻ്റെ ആവേശത്തിലാണ്. സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം ആ പഴയ ആൽമരച്ചുവട്ടിൽ അഖിലും സംഘവും ഒത്തുകൂടി. ക്ലാസ്സിലെ വിശേഷങ്ങളും പുതുവസ്ത്രങ്ങൾ വാങ്ങിയതുമൊക്കെയായിരുന്നു അവരുടെ ചർച്ച. എന്നാൽ കൂട്ടത്തിൽ ചിലർക്ക് ആവേശം പ്രകടിപ്പിക്കാൻ മറ്റൊരു വഴി കൂടി ഉണ്ടായിരുന്നു. അഖിൽ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് പാക്കറ്റ് പുറത്തെടുത്തു. മാസ് കാണിക്കാനായി അവൻ തീപ്പെട്ടി ഉരസി സിഗരറ്റിന് തീ കൊളുത്തി. ആദ്യമായി പുകവലിക്കുന്നതിൻ്റെ ചുമയും ശ്വാസം മുട്ടലും മറച്ചുവെച്ച് വലിയൊരു കാര്യമാണ് ചെയ്യുന്നതെന്ന ഭാവത്തിൽ അവൻ പുകച്ചുരുളുകൾ അന്തരീക്ഷത്തിലേക്ക് വിട്ടു. കൂടെയുണ്ടായിരുന്ന 2 പേർ കൂടി അത് വാങ്ങി മാറി മാറി പുകച്ചു. പരിസ്ഥിതിയെയും സ്വന്തം ശരീരത്തെയും ഒരുപോലെ വിഷമയമാക്കുന്ന ആ പുകമറയ്ക്കുള്ളിൽ തങ്ങളുടെ ആരോഗ്യം മാത്രമല്ല നശിക്കുന്നതെന്ന് ആ കൗമാരപ്രായക്കാർ ചിന്തിച്ചതേയില്ല. പെട്ടെന്നാണ് ആൽത്തറയിലേക്ക് ഒരു നിഴൽ വന്നത്. സാവധാനം നടന്നു വരുന്നു കേശവൻ മാഷ്. സ്കൂളിൽ നിന്ന് വിരമിച്ചിട്ടും അവിടുത്തെ കുട്ടികളെ സ്വന്തം മക്കളായി കാണുന്ന അധ്യാപകൻ. മാഷിനെ കണ്ടതും കുട്ടികൾ പരിഭ്രാന്തരായി. കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞു. മാഷ് അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ദേഷ്യപ്പെടുമെന്ന് കരുതി തല താഴ്ത്തി നിന്ന കുട്ടികളുടെ ചുമലിൽ അദ്ദേഹം ആർദ്രതയോടെ കൈവച്ചു. മാഷിൻ്റെ മുഖത്ത് ദേഷ്യമായിരുന്നില്ല, കടുത്ത ദുഃഖമായിരുന്നു. എന്താ മക്കളെ ഇത്? മാഷ് ചോദിച്ചു. അഖിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നാളെ വിദ്യാലയമുറ്റത്തേക്ക് പുതിയ സ്വപ്നങ്ങളുമായി കയറേണ്ട നിങ്ങൾ, ഈ പുകച്ചുരുളിൽ നിങ്ങൾ നശിപ്പിക്കുന്നത് ശ്വാസകോശം മാത്രമല്ല. നിങ്ങൾ വലിച്ചെറിഞ്ഞ ആ ചെറിയ കുറ്റി മതി നമ്മുടെ മണ്ണും പ്രകൃതിയും വിഷമയമാകാൻ. മാഷ് ആൽത്തറയിലിരുന്നവരെ അരികിലേക്ക് ചേർത്ത് നിർത്തി പതുക്കെ പറഞ്ഞു. മക്കളെ, പുകയില നമ്മുടെ ശരീരത്തെ മാത്രമല്ല, ഈ ഭൂമിയെ തന്നെയാണ് കൊല്ലുന്നത്. ഓരോ വർഷവും 80 ലക്ഷത്തിലേറെ മനുഷ്യരാണ് ക്യാൻസർ രോഗത്തിനിരയായി മരിച്ചു വീഴുന്നത്. മാത്രമല്ല, പുകയിലയുടെ നിർമ്മാണത്തിനായി പ്രതിവർഷം 35 ലക്ഷം ഹെക്ടർ കാടുകളാണ് വെട്ടി നശിപ്പിക്കുന്നത്. നിങ്ങൾ ആസ്വദിച്ചു വിടുന്ന ഈ പുക അന്തരീക്ഷത്തിലേക്ക് തള്ളുന്നത് ടൺ കണക്കിന് ഹരിതഗൃഹവാതകങ്ങളാണ്. നമ്മുടെ കാലാവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്നു. പുകവലി സ്വന്തം ശരീരത്തോടും ഭൂമിയോടും ചെയ്യുന്ന ക്രൂരതയാണ്. മാഷിൻ്റെ വാക്കുകൾ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ തുളച്ചു കയറി. തങ്ങൾ ചെയ്തത് വലിയ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. ഫാഷൻ്റെയും ആവേശത്തിൻ്റെയും പേരിൽ കാട്ടിക്കൂട്ടിയത് സ്വന്തം നാശത്തിനാണെന്ന് തിരിച്ചറിഞ്ഞു. മാഷേ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഇനി ഒരിക്കലും ഞങ്ങളിത് തൊടില്ല. ആരെയും തൊടാൻ അനുവദിക്കുകയുമില്ല. അഖിൽ മാഷിൻ്റെ കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ട് വിതുമ്പലോടെ പറഞ്ഞു. കേശവൻ മാഷിൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അദ്ദേഹം അവരുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, നമുക്ക് വേണ്ടത് ഭക്ഷണമാണ്, പുകയിലയല്ല. പ്രകൃതിയെയും നിങ്ങളുടെ ജീവിതത്തെയും സ്നേഹിക്കുക. സൂര്യൻ അസ്തമയത്തിലേക്ക് നീങ്ങുമ്പോൾ ആൽമരച്ചുവട്ടിലെ ആ പുകമറ പൂർണ്ണമായും നീങ്ങിയിരുന്നു. അവിടെ ഇപ്പോൾ തെളിഞ്ഞു നിന്നത് പുതിയ തിരിച്ചറിവിൻ്റെ വെളിച്ചമായിരുന്നു. നാളെ വിദ്യാലയത്തിലേക്ക് കാൽ വയ്ക്കുമ്പോൾ തങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകുമെന്ന ഉറച്ച തീരുമാനത്തോടെ ആ കുഞ്ഞുങ്ങൾ മാഷിനോടൊപ്പം നടന്നു നീങ്ങി.